തൻവി വീഡിയോ ഇട്ടതിന് ശേഷം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. ഈ തൻവിയെ സപ്പോർട്ട് ചെയ്ത് വരുന്നവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. അതേ സമയത്തുണ്ടെങ്കിൽ അഗാനെ സപ്പോർട്ട് ചെയ്യുന്നവരും അല്ലാത്തവരും ഉണ്ട്. എന്തായിരുന്നാലും ശരി, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് വിശദീകരിച്ചോ അല്ലെങ്കിൽ മറുപടി പറഞ്ഞോ ഇതുവരെ സിന്ധു കൃഷ്ണൻ രംഗത്തൊന്നും വന്നിട്ടില്ല. ആകപ്പാടുണ്ടെങ്കിൽ അഗാനെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ അഗാനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കുന്നതിന് പകരം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടാണ് പോയേക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ പറയുക, അത് ഭയങ്കരമായിട്ട് പ്രശ്നമാകുന്നൊക്കെ രീതിയിലാവുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ തൻവി ഇട്ട ഓഡിയോ ആണ്. അത് കാരണമാണ് മെയിനായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വന്നിരുന്നത്. എന്തായിരുന്നാലും ശരി, ഇപ്പോൾ വയസ്സായവർ എല്ലാം ചെയ്യുന്നത് ശരിയെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അവരുടെ ഭാഗത്തും തെറ്റൊക്കെ ഉണ്ടാകും. എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് മെച്യൂറായിട്ട് നമ്മൾ സംസാരിക്കണം, എന്നാലേ ശരിയാവത്തുള്ളൂ. അതല്ലാതെ ഭയങ്കര മോശമുള്ള രീതിയിൽ സംസാരിക്കുന്നതൊന്നും ശരിയല്ല. അങ്ങനെ ഇത് കണക്കാകാൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും സിന്ധു കൃഷ്ണൻ വന്ന് അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ലായിരുന്നു. എന്തായിരുന്നാലും ശരി, തൻവി അതിന് ശേഷം ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മൂമ്മയെ കൊണ്ടുണ്ടെങ്കിൽ കറങ്ങാൻ പോകുന്ന രീതിയിലായിരുന്നു ഒരു വീഡിയോ. ഭർത്താവിൻ്റെ കുടുംബത്തെ കാണാൻ പോകുമ്പോഴത്തേക്ക് അമ്മൂമ്മയുടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെ ഒരു ദിവസത്തെ വീഡിയോ ആയിരുന്നു തൻവി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ അമ്മൂമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്നുള്ള രീതിയിലൊക്കെ തൻവി പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണക്ക് ഒരുപാട് പേരൻസ് അല്ലെങ്കിൽ ഒരുപാട് പേര് ഇത് കണക്ക് വയസ്സാകുമ്പോഴത്തേക്കുണ്ട് ഈ ഭയങ്കരമായിട്ടുള്ള സ്വഭാവത്തിന് കുറച്ച് വ്യത്യാസമൊക്കെ വരും. നമ്മളാകുമ്പോഴത്തേക്ക് അവരെന്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കുന്നതായിരിക്കും. കാരണം മെയിനായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവർ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. വെളിയിലോട്ടൊന്നും പോകാനേ പറ്റത്തില്ല. എപ്പോഴും ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ബോറടിയും, ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ഒരു രീതിയിലാവും. അപ്പോഴത്തേക്ക് തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം രീതിയിലൊക്കെയോ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇടയ്ക്കുണ്ടെങ്കിൽ നമ്മളെ ഫാമിലി ആയിട്ടുണ്ടെങ്കിൽ വെളിയിലൊക്കെ പോകും. ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് പേര് സഹോദരന്മാരായിട്ടോ അല്ലെങ്കിൽ അമ്മയും അച്ഛനുമായിട്ട് മാത്രം പോകാതെ മൊത്തമായിട്ട് പോകാൻ നിൽക്കണം. ഒരു അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് എല്ലാവരും വെളിയിലോട്ട് പോകാൻ നിൽക്കുക. സോ അവർക്കുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് ആ മടുപ്പ് ഒറ്റപ്പെടൽ അതൊക്കെ അങ്ങ് മാറും. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലുണ്ടെങ്കിൽ നമ്മൾ ഫാമിലിയായിട്ട് കുറച്ചും കൂടെ നല്ല രീതിയിലാവും. അതല്ലാതെ അവരെ ഉണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കൽ പോയി കാണും, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വട്ടം മാത്രം ചെന്ന് കണ്ടതിന് ശേഷം വരും. അതൊന്നും അല്ല ശരിയായിട്ടുള്ള കാര്യം. അവർക്കും ഉണ്ടെങ്കിൽ ചിലപ്പോൾ വെളിയിൽ പോകണമെന്ന് ആഗ്രഹം കാണും, ഫാമിലിയോട് നല്ലോണം ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് സമയം ആഗ്രഹിക്കുന്നതായിരിക്കും. അതൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ബെറ്ററായിട്ട് പോകുന്നതായിരിക്കും.